ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൾ ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷം സ്വന്തമായി പഠിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായ ഗ്രഹബലത്തെക്കുറിച്ചാണ് പറയുന്നത്. ദിഗ്ബലം, അയനബലം, നിസർഗബലം, ദൃഷ്ടിബലം, അംശകബലം, ചേഷ്ടാബലം, പാപബലം, ശുഭബലം, കേന്ദ്രത്രികോണബലം, ചന്ദ്രബലം, ദ്രേക്കോണബലം, രശ്മിബലം, ചന്ദ്രബലം, ഗ്രഹയുദ്ധം, ഫലമില്ലാത്ത അവസ്ഥ എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഫലപ്രവചനത്തിന് ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ആദ്യമായി ദിഗ്ബലത്തെക്കുറിച്ച് നോക്കാം. ചില ഗ്രഹങ്ങൾക്ക് ചില രാശികളിൽ സ്ഥിതി ചെയ്യുമ്പോൾ പ്രത്യേക ബലം ലഭിക്കുന്നതാണ്. ഇതിനെ ദിഗ്ബലം എന്ന് പറയും. വ്യാഴത്തിനും ബുധനും ലഗ്നത്തിൽ ബലം കൂടും. ശുക്രനും ചന്ദ്രനും ലഗ്നാൽ 4-ാം ഭാവത്തിലും ശനിക്ക് ലഗ്നൽ 7-ാം ഭാവത്തിലും സൂര്യനും ചൊവ്വയ്ക്കും ലഗ്നാൽ 10-ലും പ്രത്യേക ബലമുണ്ട്. ഇതിന് ദിഗ്ബലം എന്ന് പറയും. അടുത്തത് അയനബലം. ദക്ഷിണായനത്തിലും ഉത്തരായനത്തിലും ചില ഗ്രഹങ്ങൾക്ക് പ്രത്യേക ബലം ലഭിക്കുന്നതാണ്. സൂര്യൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾക്ക് ഉത്തരായനത്തിലും ചന്ദ്രനും ശനിക്കും ദക്ഷിണായനത്തിലും ബലം കൂടും. എന്നാൽ ബുധനു മാത്രം ഈ 2 അയനത്തിലും തുല്യബലമായിരിക്കും. അടുത്തത് നിസർഗബലം. 7 ഗ്രഹങ്ങളിലും ഏറ്റവും കൂടുതൽ ബലമുള്ളത് സൂര്യനാണ്. 2-ാമത് ചന്ദ്രൻ, 3-ാമത് ശുക്രൻ, 4-ാമത് വ്യാഴം, 5-ാമത് ബുധൻ, 6-ാമത് കുജൻ, 7-ാമത് ശനി. ഇപ്രകാരമാണ് ബലം. ഇതിനെ നിസർഗബലം എന്ന് പറയുന്നു. അടുത്തത് ദൃഷ്ടിബലം. ഏത് ഗ്രഹത്തെയും ശുഭഗ്രഹങ്ങളോ ബന്ധുഗ്രഹങ്ങളോ വീക്ഷിച്ചാൽ ആ ഗ്രഹത്തിന് പ്രത്യേക ബലം സിദ്ധിക്കുന്നതാണ്. ഇതിന് ദൃഷ്ടിബലം എന്ന് പറയും. അടുത്തത് അംശകബലം. ഏത് ഗ്രഹവും ഉച്ചക്ഷേത്രത്തിലോ മൂലത്രികോണക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ നിൽക്കുകയോ അംശിക്കുകയോ ചെയ്താൽ അതിന് പ്രത്യേക ബലം കിട്ടും. ഇതിനെ അംശകബലം എന്ന് പറയുന്നു. എന്നാൽ അംശകം നീചത്തിലായാൽ ബലം പൂർണ്ണമായും നശിക്കും. ചേഷ്ടാബലം. ചന്ദ്രന് പൗർണമിയിലും സൂര്യന് ഉത്തരായനത്തിലും ബലം കൂടിയിരിക്കും. കുജൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി ഇവ ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോഴും വക്രത്തിൽ നിൽക്കുമ്പോഴും പ്രത്യേക ബലം സിദ്ധിക്കുന്നതാണ്. ഇതിനെ ചേഷ്ടാബലം എന്ന് പറയുന്നു. അടുത്തത് പാപബലം. ശനിയുടെ പാപബലം പൂർണ്ണമാണ്. 2-ാമത് പാപബലം കുജനാണ്. കുജന് 3/4 പാപബലമാണുള്ളത്. 3-ാമത് പാപബലം സൂര്യനാണ്. അരപ്പാപബലം. ക്ഷീണിത ചന്ദ്രനും അരപ്പാപബലമുണ്ട്. പാപനായ ബുധനും അരപ്പാപമാണ് ബലം. നിസർഗബലത്തിൽ സൂര്യൻ 1-ാമതാണെങ്കിൽ പാപത്തിൻ്റെ കാര്യത്തിൽ 3-ാമതാണ്. ശുഭബലം. ശുഭഗ്രഹങ്ങളിൽ പ്രമുഖൻ വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ശുഭബലം പൂർണ്ണമാണ്. പക്ഷബലവും ശുഭരാശിസ്ഥിതിയുമുള്ള ചന്ദ്രൻ്റെ ശുഭബലവും പൂർണ്ണമാണ്. ശുക്രന് വ്യാഴത്തെ അപേക്ഷിച്ച് 3/4 ശുഭബലമേ ഉള്ളൂ. ശുഭനായ ബുധനാകട്ടെ പകുതി ശുഭബലമാണുള്ളത്. അടുത്തതായി കേന്ദ്ര ത്രികോണബലം. ഏതു ഗ്രഹവും അതിൻ്റെ കേന്ദ്രത്തിൽ, അതായത് 1, 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ അതാതിൻ്റെ ക്ഷേത്ര ഭാവാദികൾ അനുസരിച്ച് നിന്നാൽ പൂർണ്ണ ബലം ലഭിക്കുന്നതാണ്. 1, 5, 9 എന്നീ ത്രികോണസ്ഥാനങ്ങളിൽ നിന്നാൽ 3/4 ബലം. പണപരരാശികളായ 2, 5, 8, 11 ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പകുതി ബലം. അപ്പോക്ലിമരാശികളായ 3, 6, 9, 12 ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് കാൽബലവുമാണ്. അടുത്തതായി കാലബലം. വ്യാഴം, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ എന്നീ ശുഭഗ്രഹങ്ങൾക്ക് ശുക്ലപക്ഷത്തിലും കുജൻ, ശനി, രാഹു, കേതു എന്നീ പാപഗ്രഹങ്ങൾക്ക് കറുത്ത പക്ഷത്തിലും ബലം കൂടും. ചന്ദ്രൻ, കുജൻ, ശനി എന്നീ ഗ്രഹങ്ങൾക്ക് രാത്രിയിലും സൂര്യൻ, വ്യാഴം, ശുക്രൻ എന്നിവയ്ക്ക് പകൽ സമയത്തും ബലം കൂടും. രാഹുകേതുക്കൾക്ക് രാത്രിയിലാണ് ബലം. ബുധന് രാവും പകലും ഒരേ ബലമായിരിക്കും. ഈ പ്രത്യേക ബലത്തെയാണ് കായബലം എന്ന് പറയുന്നത്. അടുത്തതായി ദ്രേക്കാണബലം. ഏതു രാശിയിലും ആദ്യ ദ്രാക്കാണത്തിൽ പുരുഷഗ്രഹങ്ങൾക്ക് കാൽബലമേ ഉണ്ടാകൂ. ഒരു രാശിയെ 3ആയി ഭാഗിച്ചതിൽ ഒരു ഭാഗമാണ് ആദിദ്രക്കോണം. അന്ത്യദ്രക്കോണം, മധ്യദ്രക്കോണം. ഏത് രാശിയിലും മധ്യദ്രക്കോണത്തിൽ നപുംസകഗ്രഹങ്ങൾക്ക് കാൽബലമേ ഉള്ളൂ.
ഏത് രാശിയിലും അന്ത്യദ്രക്കോണത്തിൽ സ്ത്രീഗ്രഹങ്ങൾ നിന്നാൽ കാൽബലമേ ഉണ്ടാകൂ. എന്നാൽ മറ്റ് ദ്രക്കാണങ്ങളിൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉദ്ദിഷ്ട ബലം ലഭിക്കുന്നതാണ്. അടുത്തതായി ഗ്രഹയുദ്ധം. കുജൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി ഈ പഞ്ചഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിലധികം പേർ ഒരേ രാശിയിൽ ഒരേ നവാംശകത്തിൽ നിൽക്കുമ്പോഴാണ് ഗ്രഹയുദ്ധമുണ്ടാകുന്നത്. ശുക്രൻ നേരത്തെ അടുത്ത രാശിയിലേക്ക് കടന്നാൽ തോൽക്കുന്നവനും പിറകെ കടന്നാൽ ജയിക്കുന്നവനുമാണ്. ഗ്രഹയുദ്ധത്തിൽ വടക്കേ ദിക്കിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലം കൂടും. യുദ്ധത്തിൽ ശുക്രന് ജയം തെക്കേ ദിക്കിലാണ്, മറ്റ് ഗ്രഹങ്ങൾക്ക് വടക്കേ ദിക്കിലുമാണ്. അടുത്തതായി രശ്മീബലം. ഒരു ഗ്രഹത്തിൻ്റെ ഉച്ചബലവും ചേഷ്ടാബലവും തമ്മിൽ കൂട്ടിയ ഫലത്തെ 10 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ഫലത്തിൽ 1 കൂട്ടിയ ശേഷം കിട്ടുന്ന സംഖ്യയാണ് രശ്മി എന്ന് പറയുന്നത്. ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ ഒരു ഗ്രഹം നിന്നാലും അതിന് രശ്മി കുറവാണെങ്കിൽ ബലഹീനയായിരിക്കും. ഒരു ഗ്രഹം നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ നിന്നാലും അത് വക്രഗതിയിലാണെങ്കിൽ പൂർണ്ണബലമുണ്ടായിരിക്കും. പൂർണ്ണരശ്മിയോടെ നിന്നാലും പൂർണ്ണബലമുണ്ടാകും. മൗഢ്യം പ്രാപിച്ച ഗ്രഹത്തിന് ബലമില്ലെങ്കിൽ മൗഢ്യം തീരുന്നതോടെ ബലം തിരികെ കിട്ടും. അടുത്തത് ചന്ദ്രബലം. വെളുത്ത പക്ഷത്തിൽ പ്രഥമം മുതൽ ദശമി വരെ 10 ദിനം ചന്ദ്രന് മധ്യമ ബലമാണ്. പ്രഥമം മുതൽ ബലം കൂടി വരും. വെളുത്ത പക്ഷത്തിലെ ഏകാദശി മുതൽ വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന കറുത്ത പക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ പൂർണ്ണബലവാനാണ്. കറുത്ത പക്ഷത്തിലെ ഷഷ്ടി മുതൽ കറുത്ത വാവ് കഴിഞ്ഞു വരുന്നവരെ ചന്ദ്രൻ ബലഹീനനാണ്. ഇനി പ്രത്യേക സാഹചര്യങ്ങളിൽ ബലമുണ്ടെങ്കിൽ കൂടി ഗ്രഹങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. എന്നാൽ ഇവരോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾക്കും വീക്ഷിക്കുന്നവർക്കും അവരുടെ ബലത്തിൻ്റെ ഒരംശം നഷ്ടപ്പെടും. ഫലമില്ലാത്ത അവസ്ഥയാണിത്. ലഗ്നത്തിൻ്റെ രണ്ടിലെ ചൊവ്വ, സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ചന്ദ്രൻ, ലഗ്നം 5-ാം ഭാവത്തിലെ വ്യാഴം, ലഗ്നം 4-ലെ ബുധൻ, ലഗ്നം 7-ലെ ശനി, ലഗ്നം 6-ലെ ശുക്രൻ. എന്നാൽ ഈ ഗ്രഹങ്ങൾക്ക് ലഗ്നാധിപത്യമുണ്ടായാൽ വിഫലത ഉണ്ടാകില്ലതാനും. രാഹു ലഗ്നം 4, 10 എന്നീ ഭാവങ്ങളിൽ ഭാവാധിപനോട് ചേർന്ന് നിന്നാലും 5, 9 ഇവയിൽ ഭാവാധിപനോട് ചേർന്ന് നിന്നാലും രാജയോഗമാണ്. മറ്റു ഗ്രഹങ്ങളുടെ യോഗമില്ലാതെ രാഹുവോ കേതുവോ തനിച്ച് ശുഭരാശിയിൽ നിന്നാൽ അപകാരത്തിൽ ഗുണം ചെയ്യും. ഗ്രഹബലത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇന്ന് ഞാൻ നൽകിയത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.